ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത മഴ തുടരുന്നു. ഹിമാചൽ പ്രദേശിൽ 10 ജില്ലകളിലും ഉത്തരാഖണ്ഡിൽ 7 ജില്ലകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ഉത്തരാഖണ്ഡിൽ മിന്നൽ പ്രളയത്തിൽ കാണാതായ 7 തൊഴിലാളികൾക്കായി തെരച്ചിൽ ഇന്നും തുടരും. ഒഡീഷയിൽ കനത്ത മഴയെ തുടർന്ന് താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാണ്. ബൽറാം നെടുങ്ങാടിയുണ്ട് ഡൽഹിയിൽ നിന്ന് ഇപ്പോൾ വിശദാംശങ്ങളുമായി. ബൽറാം, ഗുഡ് മോർണിംഗ്. ഈ ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് ഈ മഴക്കെടുതികൾ രൂക്ഷമായിട്ടുള്ളത്? എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ, ബൽറാം? വെരി ഗുഡ് മോർണിംഗ് ഉന്മേഷ്, ക്രിസ്റ്റീന. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ശക്തമായ മഴ തുടരുകയാണ്. ഇന്നലെയോടെ ഇന്ത്യയിൽ രാജ്യത്ത് എല്ലായിടത്തും തന്നെ കാലവർഷം എത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം സ്ഥിരീകരിച്ചിരിക്കുന്നു. നിലവിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ കണക്കുകൾ അനുസരിച്ച് ഇത് 3ാം തവണയാണ് ഇത്ര നേരത്തെ കാലവർഷം ജൂൺ അവസാനത്തോടെ തന്നെ കാലവർഷം രാജ്യം മുഴുവൻ എത്തുന്നത്. അതേസമയം ഈ ഉത്തരേന്ത്യൻ നിരവധി സംസ്ഥാനങ്ങളിൽ ജാഗ്രതാ മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുണ്ട്. അതിൽ 2 സംസ്ഥാനങ്ങളിലാണ് അതീവ രൂക്ഷമായ സാഹചര്യം വരും മണിക്കൂറുകളിൽ മുന്നറിയിപ്പായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. അത് ഉത്തരാഖണ്ഡിലാണ് ഒന്ന്. ഉത്തരാഖണ്ഡിലെ 7 ജില്ലകളിലുള്ള റെഡ് അലർട്ട് തുടരുകയാണ്. വരും മണിക്കൂറുകളിലും ആ സാഹചര്യം തുടരും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഒപ്പം തന്നെ ഉത്തർപ്രദേശിലെ 8 ജില്ലകളിലും റെഡ് അലർട്ട് നൽകിയിട്ടുണ്ട്. അതേസമയം ഹിമാചൽ പ്രദേശിലെ റെഡ് അലർട്ട് ഓറഞ്ച് അലർട്ടായി മാറിയിരിക്കുന്നു. നിരവധി സംസ്ഥാനങ്ങളിൽ ഓറഞ്ച് അലർട്ടും നൽകിയിട്ടുണ്ട്. ഹരിയാന, മധ്യപ്രദേശ്, ഹിമാചൽ പ്രദേശ്, ഒഡീഷ, ഗുജറാത്ത്, പഞ്ചാബ് എന്നിവിടങ്ങളിൽ ഓറഞ്ച് അലർട്ട് തുടരുകയാണ്. പ്രധാനമായും ഈ ഉത്തരാഖണ്ഡിൽ തന്നെയാണ് കഴിഞ്ഞ 2 ദിവസമായി മഴ അതിരൂക്ഷമായി തുടരുന്നത്. ഇന്നലെ പുലർച്ചെയുണ്ടായ മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ മിന്നൽ പ്രളയത്തിൽ ഗുരുതരമായ മണ്ണിടിച്ചിലുണ്ടായ ഉത്തർകാശിയിൽ രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുന്നു. റോഡ് നിർമ്മാണത്തിൽ ഇരുന്ന തൊഴിലാളികളെ ആണ് ഈ അപകടത്തിൽ കൊല്ലപ്പെട്ടത്. 2 പേർ മരിച്ചതായി സ്ഥിരീകരിച്ചിരിക്കുന്നു. 7 പേർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. ഈ ദുരന്തം നടന്നതിന് തൊട്ടു പിന്നാലെ തന്നെ 10 പേരെ ഈ പ്രദേശത്ത് നിന്നും രക്ഷപ്പെടുത്തി. ഒരു നിർമ്മാണത്തിലിരുന്ന ഹോട്ടൽ ഭാഗികമായി ഈ സംഭവത്തെ തുടർന്ന് തകർന്നിരുന്നു. മറ്റ് പ്രദേശങ്ങളിലും ഉത്തർകാശിക്കപ്പുറം മറ്റിടങ്ങളിലും ഉത്തരാഖണ്ഡിൽ അതീവ രൂക്ഷമായ സാഹചര്യം തുടരുന്നു. സംസ്ഥാന ദേശീയ ദുരന്ത നിവാരണ സേനകളുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഒപ്പം തന്നെ പഞ്ചാബിലും ഒഡീഷയിലും പലയിടങ്ങളിലും ഗുരുതരമായ വെള്ളക്കെട്ട് തുടരുന്നു. ഗുജറാത്തിലും അതീവ രൂക്ഷമായ സാഹചര്യമാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഉണ്ടായത്. എന്നാൽ ഇന്ന് മഴയ്ക്ക് നേരിയ കുറവുണ്ടാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം. പ്രത്യേകിച്ച് 3 ഹിമാലയൻ സംസ്ഥാനങ്ങളിൽ തന്നെയാണ് ജമ്മു കശ്മീർ, ഉത്തരാഖണ്ഡ്, ഒപ്പം തന്നെ ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിലാണ് അതീവ രൂക്ഷമായ സാഹചര്യം ഇപ്പോഴും തുടരുന്നത്. ഉന്മേഷ്, ക്രിസ്റ്റീന. ബൽറാം, അതുപോലെ തന്നെ ഈ ഹിമാചൽ പ്രദേശിൽ മിന്നൽ പ്രളയത്തിൽ കഴിഞ്ഞ ദിവസം നിരവധി പേരെ കാണാതായിരുന്നു. അവിടെ ജനങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു. മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖു പറഞ്ഞിരിക്കുന്നത് കൂടുതൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുമെന്നൊക്കെയായിരുന്നു. ഏത് തരത്തിലാണ് ഈ ഹിമാചൽ പ്രദേശിലെ രക്ഷാദൌത്യവും മറ്റ് കാര്യങ്ങളും പുരോഗമിക്കുന്നത്? ക്രിസ്റ്റീന, ഈ കാലവർഷം എത്തുന്നതിന് മുമ്പായുള്ള തുടർച്ചയായി 3 ദിവസമാണ് അതീവ രൂക്ഷമായ സാഹചര്യം ഹിമാചൽ പ്രദേശിൽ ഉണ്ടായത്. 9 മേഘവിസ്ഫോടനങ്ങളും മിന്നൽ പ്രളയങ്ങളും ഈ മേഖലയിൽ ഈ സംസ്ഥാനത്ത് ഉണ്ടായി. തുടർന്ന് രക്ഷാപ്രവർത്തനം ഏതാണ്ട് പൂർത്തിയാകുന്ന ഘട്ടത്തിലാണ് വീണ്ടും കാലവർഷം എത്തിയതോടെ ശക്തമായ മഴ വീണ്ടും ആരംഭിച്ചിരിക്കുന്നത്. നിലവിൽ കുടുങ്ങിക്കിടക്കുന്ന വിനോദസഞ്ചാരികൾ അടക്കമുള്ളവരെ രക്ഷിക്കാൻ കഴിഞ്ഞതായാണ് സംസ്ഥാന ദുരന്ത നിവാരണ വിഭാഗം അറിയിക്കുന്നത്. മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖുവിന്റെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്ന സാഹചര്യങ്ങൾ വിലയിരുത്തിയിരുന്നു. എന്നാൽ നിലവിലിപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പുതിയ ജാഗ്രതാ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് അതീവ ജാഗ്രത തുടരുകയാണ്. ക്രിസ്റ്റീന, ഉന്മേഷ്. ശരി, വിശദാംശങ്ങൾ നൽകിയത് ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന്.